നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് റൗളിൻ ബോർജസിനെ സൈൻ ചെയ്തല്ലോ. അപ്പോൾ താരത്തിൻ്റെ കോൺട്രാക്റ്റ് എത്ര കാലത്തേക്കാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ആ സമയത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. നമ്മൾ നോക്കുകയാണതുപോലെ താരത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക, ഇങ്ങനെയുള്ളൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ മോട്ടിവേറ്റഡാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ അഡാപ്റ്റഡായി സെറ്റിൽ ഇൻ ആയി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി റൗളിൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിക്കുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഒരു ഷോർട്ട് ടേം കോൺട്രാക്റ്റാണ്. റൗളിൻ ബോർജസ് ഓൺ എ ഷോർട്ട് ടേം കോൺട്രാക്റ്റ് എന്നാണ് സൈനിങ്ങിനെ കുറിച്ച് അറിയിക്കുന്നത്. എന്ന് പറയുമ്പോൾ കീപ്പിംഗ് ഹിം അറ്റ് ദി ക്ലബ് അണ്ടിൽ ദി എൻഡ് ഓഫ് ദി 2025-26 സീസൺ. ഈ സീസണിൻ്റെ അവസാനം വരേക്കാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ദീർഘകാലത്തേക്കുള്ള സൈനിങ് അല്ല, ഈ സീസണിലേക്കുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് സൈനിങ് ആണ് എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ സീസണിൻ്റെ ഒരു അവസ്ഥയൊക്കെ എന്താണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ടീമിന് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡറാണല്ലോ. സോ ടാക്ടിക്കലി astute presence in midfield. Borges arrives with a reputation built on consistency at the highest level of Indian football എന്ന് ബ്ലാസ്റ്റേഴ്സ് താരത്തിൻ്റെ ഇതുവരെയുള്ള പ്രകടനത്തെയൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊസിഷണൽ ഇൻ്റലിജൻസ്, വർക്ക് റേറ്റ്, അതുപോലെ തന്നെ ടെമ്പോ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ടീമിന് ഗുണകരമാകും എന്ന പ്രതീക്ഷ കൂടി ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പങ്കുവെക്കുന്നുണ്ട്. താരത്തിൻ്റെ ഒരു പ്രതികരണം ഈ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു ക്ലബ്ബിൽ ചേരാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനിവിടെ എത്തിയിരിക്കുന്നത് ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഓരോ ദിവസവും ടീമിനായിട്ട് കോമ്പീറ്റ് ചെയ്യാനും അതുപോലെ ടീമിനെ ഈ സീസണിൽ സഹായിക്കാനുമാണ്. ഞാൻ വളരെയധികം മോട്ടിവേറ്റഡാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ സെറ്റിൽ ഇൻ ആയിട്ട് വളരെ പെട്ടെന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ഏറെ മോട്ടിവേറ്റഡ് ആണ് എന്നുകൂടി റൗളിൻ പറയുന്നുണ്ട്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, റൗളിന് എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ആട്രിബ്യൂട്ട്സൊക്കെയുള്ള കളിക്കളത്തിൽ അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സൊക്കെയുള്ളൊരു പ്ലെയറാണ്. പക്ഷേ മോർ ദാൻ ഓൾ ദോസ് ക്വാളിറ്റീസ് അദ്ദേഹം ഒരു പ്രോപ്പർ പ്രൊഫഷണലാണ്. ഹയസ്റ്റ് ലെവൽ ക്ലബിനും രാജ്യത്തിനും ഒക്കെയായിട്ട് ഹയസ്റ്റ് ലെവലിൽ കളിച്ചിട്ടുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഡെഫിനറ്റ്ലി ടീമിലെ യങ്ങർ പ്ലെയേഴ്സിന് അത് ഗുണകരമാവും. ഹു ക്യാൻ ലേൺ എ ലോട്ട് ഫ്രം ഹിം എന്നുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO പറയുന്നുണ്ട്. എന്തായാലും ഇതൊരു ഷോർട്ട് ടേം അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസ്ഫറാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.